ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോൾ. മാനേജീരിയൽ കൺട്രോളിൻ്റെ ടെക്നിക്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ മാനേജീരിയൽ ടെക്നിക്സ് എന്താണെന്ന് നോക്കാം. ദ ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോൾ ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ് ആൻഡ് വേസ് ഓഫ് അനലൈസിങ് ആൻഡ് പ്രസൻറ്റിംഗ് ഡാറ്റ for the purpose of controlling cost and helping management in taking useful managerial decision. അങ്ങനെ പറഞ്ഞാൽ പല രീതിയിലുള്ള ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, മെത്തേഡ്, പല രീതിയിലുള്ള മെത്തേഡുകളും വേയ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഡാറ്റ അനാലിസിസ് ചെയ്യാനും അതേപോലെ ഡാറ്റ പ്രസൻറ്റേഷനും ഒക്കെ വേണ്ടിയിട്ട് പല രീതിയിലുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ, ഇത് എന്തിനാണ്? ഒരു സ്ഥാപനത്തിലെ, ഒരു ഓർഗനൈസേഷനിലെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും അതോടൊപ്പം തന്നെ എന്തിനും കൂടി വേണ്ടിയിട്ടാണ്? ഒരു മാനേജ്മെൻറ്റിന് ഒരു മാനേജീരിയൽ ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നതെന്ന് ഓർത്താൽ മതി, ഈ മാനേജ്മെൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള ബിസിനസ്സിലെ ഓർഗനൈസേഷനിലാകുമ്പോൾ പല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമല്ലോ. ആ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ മാനേജീരിയൽ കൺട്രോൾ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇനി നോക്കാം, ഈ ടെക്നിക്സിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ട്രഡീഷണൽ ടെക്നിക്സ് എന്നും രണ്ടാമത്തത് മോഡേൺ ടെക്നിക്സ് എന്നും പറഞ്ഞിട്ട് രണ്ടായിട്ട് നമ്മൾ ഈ ടെക്നിക്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഏതാണ്? ട്രഡീഷണൽ ടെക്നിക്സ്. ഈ ട്രഡീഷണൽ ടെക്നിക്സിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഏതെന്ന് പറയുന്നത് പേഴ്സണൽ ഒബ്സർവേഷൻ, രണ്ടാമത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്, മൂന്നാമത്തത് ബ്രേക്ക് ഈവൻ അനാലിസിസ്, നാലാമത്തത് ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. ഇനി മോഡേൺ ടെക്നിക്സ്, ഇതേപോലെ മോഡേൺ ടെക്നിക്സിനും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, രണ്ടാമത്തത് റേഷ്യോ അനാലിസിസ്, മൂന്നാമത്തത് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, നാലാമത്തത് മാനേജ്മെൻറ്റ് ഓഡിറ്റ്, അഞ്ചാമത്തത് PERT ആൻഡ് CPM, ആറാമത്തത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇതാണ് മോഡേൺ ടെക്നിക്സ്. ആദ്യം ഏതാണ്? ട്രഡീഷണൽ ടെക്നിക്സ്. ട്രഡീഷണൽ ടെക്നിക്സ് ആണെന്ന് ആദ്യകാലത്ത് യൂസ് ചെയ്തിരുന്നത് അല്ലേ. അതിൽ ഫസ്റ്റ് വൺ ഏതാ പറഞ്ഞത്? ട്രഡീഷണൽ ടെക്നിക്സത്തെ ഫസ്റ്റ് ആണ് പേഴ്സണൽ ഒബ്സർവേഷൻ. എന്താ പേഴ്സണൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ? വ്യക്തിപരമായിട്ട് ഒരാളെ നിരീക്ഷിക്കുക. ആ വ്യക്തിപരമായിട്ട് നിരീക്ഷിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സബോർഡിനേറ്റ് അല്ലെങ്കിൽ തൊഴിലാളി ജോലി ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക? അയാളെങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുക. എപ്പോഴും അയാൾ ജോലി ചെയ്യുമ്പോൾ അയാളെങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുക. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ അവരുടെ പെർഫോമൻസ് എന്താ, എന്തൊക്കെയാണ് അവർ ചെയ്യണമെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ അത് എംപ്ലോയിനെ സംബന്ധിച്ച് എന്താണ്? അതൊരു അവർക്കൊരു ഇറിറ്റേഷനാണ് അല്ലേ, ഒരു പ്രഷറാണ് അല്ലേ. ശരിയായ അവർക്ക് എന്തെങ്കിലും ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ഇത് എന്തും കൂടിയാണ്? ഒരു ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ. ടൈം കൺസ്യൂമിങ് ആണെന്ന് പറയാൻ കാരണം നമ്മൾ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഒരു വ്യക്തിയെ, അല്ലെ ആ സ്ഥാപനത്തിലെ സബോർഡിനേറ്റ്. അതേപോലെ തന്നെ ഇവരെ വാച്ച് ചെയ്യാനും എന്ത് ചെയ്യേണ്ടി വരും? സബോർഡിനേറ്റ് ജോലി ചെയ്യണ്ടോ എന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനാവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ നിയമിക്കേണ്ടിയൊക്കെ വരും അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഒരാളെ നിരീക്ഷിക്കുക. ഇൻ ദീസ് ടെക്നിക്സ് മാനേജർ ഒബ്സർവ് ദ സബോർഡിനേറ്റ് വെൽ ദേ ആർ ഇൻ പെർഫോമിങ് ജോബ്. ഒരു ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ വ്യക്തികളെ നിരീക്ഷിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പേഴ്സണൽ ഒബ്സർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്. ട്രഡീഷണൽ ടെക്നിക്സ് ഇത് രണ്ടാമത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്. അതിൽ പറയുന്നത് എന്താ? മാനേജ്മെൻറ്റ്, നമുക്കൊരു സ്ഥാപനമോ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും? സമയാസമയങ്ങളിൽ ഓരോരോ ഡിസിഷൻസ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ മാനേജ്മെൻറ്റിന് സമയാസമയങ്ങളിൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിന് മുന്നിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഏതെന്ന് പറയുന്നത് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് ഏതൊക്കെ രൂപത്തിലാവാം? ചിലപ്പോൾ ആവറേജ് ആവാം, പെർസെൻറ്റേജ് ആവാം, റേഷ്യോസ് ആവാം, കോറിലേഷൻ ആവാം, അങ്ങനെ പല രീതിയിലുള്ള റിപ്പോർട്ടുകളും ആവാം. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ഥാപനത്തിൻ്റെ പല ഏരിയാസ് അല്ലെ, ഒരു സ്ഥാപനത്തിൽ പല ഏരിയാസ് ഉണ്ടാവും. ആ ഏരിയാസിലുള്ള പെർഫോമൻസ് അനുസരിച്ച് ഈ റിപ്പോർട്ട് എപ്പോഴും എന്ത് ചെയ്യും? ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രാഫ് യൂസ് ചെയ്യാം, ചാർട്ട് യൂസ് ചെയ്യാം, ടേബിൾ, ഇങ്ങനെ പല രീതിയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ, ഈ രീതിയിലൊക്കെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. ആ സ്ഥാപനത്തിലെ ഓരോരുത്തരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് പെട്ടെന്ന് വിലയിരുത്താൻ
വിലയിരുത്താൻ എളുപ്പമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റ് അത് ആരാണ്, എന്താണ്, എങ്ങനെയൊക്കെയാണ് അവർ ചെയ്യണമെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അതോടൊപ്പം തന്നെ ഓരോരുത്തരുടെ പെർഫോമൻസിൻ്റെ നിലവാരം പെട്ടെന്ന് മനസ്സിലാക്കാനും സഹായിക്കുന്നുണ്ട്? ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പോയിൻ്റാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ബ്രേക്ക് ഈവൻ അനാലിസിസ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ബൈ മാനേജർ ടു സ്റ്റഡി the relationship between cost, volume and profit. It determines the probable profit and loss at different levels of activity. അതിൽ പറയുന്നത് ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ ഒരു സ്ഥാപനത്തിലെ കോസ്റ്റും വോളിയം ആൻഡ് പ്രോഫിറ്റ് ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏതെന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ അനാലിസിസ്. അതേപോലെ തന്നെ ഓരോ ആക്ടിവിറ്റീസും ഓരോ ലെവൽസിലും എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ എത്രത്തോളം ലോസ് ഉണ്ടാവാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്. നമ്മളെ ലോസും അതേമാതിരി പ്രോഫിറ്റും എത്രത്തോളമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്ന് പറയുന്നത്. അതിലുള്ള വേറൊന്നാണ് ബ്രേക്ക് ഇവൻ പോയിൻറ്റ്. ബ്രേക്ക് ഇവൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്ക് ഇവൻ പോയിൻ്റ് ഈസ് എ പോയിൻ്റ് ഓഫ് നോ പ്രോഫിറ്റ് നോ ലോസ്. അവിടെ എന്തുണ്ടാവില്ല? ബ്രേക്ക് ഇവൻ ഒരു സ്ഥാപനത്തിൽ ഒരു പ്രോഫിറ്റും ലോസും ഇല്ലാത്തൊരവസ്ഥ വരും. ആ പോയിന്റിനെയാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന്. അങ്ങനെ പറഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ റവന്യൂ എന്തിനോട് ഈക്വൽ ആയിരിക്കും? ടോട്ടൽ കോസ്റ്റിനോട് ഈക്വൽ ആയിരിക്കും. വരവും ചെലവും ഈക്വലായി വരുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ആ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. ബ്രേക്ക് ഇവൻ പോയിന്റ് നമുക്ക് കാണാം അല്ലേ? അവിടെ എന്തായിരിക്കും? വരവും ചെലവും ഈക്വലായിട്ട് അല്ലേ? അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തീരുമാനിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ബ്രേക്ക് ഇവൻ പോയിന്റ് കാണാനുള്ളൊരു ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ഫിക്സ്ഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, അല്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. നാലാമത്തെയാണ് ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ ബഡ്ജറ്റ് ഈസ് എ റിട്ടേൺ പ്ലാൻ കവറിങ് പ്രൊജക്റ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ് ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം അല്ലേ? അതിൽ പറയുന്നത് എന്താ? ബിസിനസ്സിൻ്റെ ഒരു ഫ്യൂച്ചർ പീരീഡ് വരെ നമ്മളൊരു ടൈം പീരീഡ് ഫിക്സ് ചെയ്ത ടൈം പീരീഡ് വരെ ആ ബിസിനസ്സിലുള്ള ആക്ടിവിറ്റീസ് എങ്ങനെയാകണമെന്ന് എഴുതി വെക്കുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിൽ ഒരു ടൈം പീരീഡ് വരെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ഒന്നാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതിൽ പറയുന്നത് ഫിനാൻഷ്യൽ ബഡ്ജറ്റ് ഉണ്ടാവും, അതല്ലാത്ത മറ്റുള്ള ബഡ്ജറ്റുകളും ആവാം. അതിൽ നമ്മളൊരു സ്ഥാപനത്തിലെ ഫണ്ട് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം, അതേപോലത്തെ ഫണ്ട് എവിടെ നിന്നൊക്കെ കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് എങ്ങനെ റിയലൈസ് ചെയ്യണം എന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട് ബഡ്ജറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒന്നാണ് ബഡ്ജറ്ററി കൺട്രോൾ. എന്താ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ? അതിൽ പറയുന്നത് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ സ്റ്റാൻഡേർഡ് പെർഫോമൻസും ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ഉണ്ടോ ആക്ച്വൽ പെർഫോമൻസ് അത് മെഷർ ചെയ്തിട്ട് അതിൽ എത്രത്തോളം ഡീവിയേഷൻ ഉണ്ട്, അതിലെത്രത്തോളം വ്യതിയാനം സംഭവിച്ചിട്ട് എന്നൊക്കെ കണ്ടുപിടിച്ചത് അത് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോഡേൺ ടെക്നിക്സ് ഫസ്റ്റ് പോയിൻ്റാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നിന്ന് അത്രയോ റിട്ടേൺ കിട്ടിയിട്ടുണ്ടോ നമുക്ക് ആ പോയിന്റ് തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നിന്ന് അത്രത്തോളം റിട്ടേൺ കിട്ടിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക. അതിൽ പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ടു മെഷർ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്, ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുക, നമ്മളൊരു സ്ഥാപനം ഒരു ബിസിനസ്സിൽ നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് എന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുക? അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇൻട്രസ്റ്റ് കിട്ടുമ്പോഴാണ് അല്ലേ, റിട്ടേൺ കിട്ടുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ അല്ലേ? അപ്പോൾ റീസണബിൾ എമൗണ്ട് ഓഫ് റിട്ടേൺ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നമുക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതൊക്കെ റിട്ടേൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുക? പ്രോഫിറ്റബിലിറ്റി നോക്കുന്നത്.
അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവാം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് നല്ല രീതിയിൽ തന്നെയാണെന്ന് മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100. നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100. ഇതാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റേഷ്യോ അനാലിസിസ്. റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ റേഷ്യോ അനാലിസിസ് ദ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റേഷ്യോ. എന്ത് ചെയ്യാണ്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റേഷ്യോയുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഹെൽപ്പോടു കൂടി അനലൈസ് ചെയ്യുന്നതിനെയാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ആയിട്ടുള്ള സോൾവൻസി മെഷർ ചെയ്യുക. സോൾവൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു ഫേമിൻ്റെ ലോങ് ടേം സോൾവൻസി മെഷർ ചെയ്യുക. പിന്നെ ടേൺ ഓവർ റേഷ്യോ ഉണ്ട്, അതേപോലെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ഇതൊക്കെയുണ്ട്. പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ഥാപനത്തിലെ പ്രോഫിറ്റ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിലാണ് ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും അതേപോലുള്ള റേഷ്യോസൊക്കെ വരിക. പിന്നെ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ഥാപനത്തിലെ അസറ്റ് ഒക്കെ നല്ല രീതിയിലാണ്, എഫക്റ്റീവായിട്ടാണോ എംപ്ലോയീസ് നല്ല രീതിയിലാണോ ചെയ്തത് എന്നൊക്കെ മനസ്സിലാക്കുക. ടേൺ ഓവർ നല്ല രീതിയിലാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെയാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥാപനമാവുമ്പോൾ മാനേജർമാരെ ഒരുപാട് ആക്ടിവിറ്റീസ് അല്ലേ, ഒരുപാട് ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ടാവും അല്ലേ. ഏൽപ്പിച്ചിരിക്കുന്ന ആക്ടിവിറ്റീസിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി അവരിലായിരിക്കും, ആ മാനേജർമാരിലായിരിക്കും, അയാളിൽ നിക്ഷിപ്തമായിരിക്കും. അപ്പോൾ അതിൽ എത്ര റവന്യൂ ജനറേറ്റ് ചെയ്തു, അതേപോലെ തന്നെ എത്ര എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിൻ്റെയൊക്കെ മുഴുവനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഈ മാനേജർമാരിലായിരിക്കും. ചിലപ്പോൾ ഒരു മാനേജർ ആവില്ല, ചിലപ്പോൾ ഒരു ടീം ഓഫ് മാനേജർമാരായിരിക്കും. ഒരു ടീമിലുള്ള എല്ലാ മാനേജർമാർക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ അതിൽ പറയുന്നത് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ഈസ് എ മോഡേൺ concept in management accounting which makes managerial personnel responsible for effective performance of the responsibilities assigned them. അല്ലേ, നമുക്കൊരു ജോലി അസൈൻ ചെയ്ത് അവർക്ക് ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ, ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും എന്ത് ചെയ്യണം, അവരുടെ ചുമതലയാണ് അല്ലേ. ഇറ്റ് ആക്ട് ആസ് എ ഡിവൈസ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കോസ്റ്റ് കൺട്രോൾ. പിന്നെ എന്തും കൂടി ഉണ്ട്, കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ള മാക്സിമം നോക്കുക എന്നുള്ളതും ഇവരുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇനി അതിലുള്ള വേറെ ഒന്നാണ് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ. എന്താ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞാൽ, റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ഈസ് എ യൂണിറ്റ് ഓഫ് ഫങ്ഷൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഹെഡഡ് ബൈ എ മാനേജർ ഹാവിംഗ് ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ഇറ്റ്സ് പെർഫോമൻസ്. അതിൽ പറയുന്നത് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇത് ഓർഗനൈസേഷൻ്റെ മറ്റൊരു യൂണിറ്റാണ്. ഓർഗനൈസേഷൻ്റെ മറ്റൊരു യൂണിറ്റാണ്. അതിൽ പറയുന്നത് ഒരു മാനേജർ ഒരു ഹെഡ് ഉണ്ടാകും അല്ലേ, ഒരു മാനേജർ ഒരു ഹെഡ് ഉണ്ടാവും. അപ്പോൾ ആ യൂണിറ്റിൻ്റെ അതിൽ പറയുന്നത് ഒരു യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ യൂണിറ്റിൻ്റെ കംപ്ലീറ്റ് പെർഫോമൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരിൽ നിക്ഷിപ്തമായിരിക്കും, ആ മാനേജർക്കായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ, ഒരു യൂണിറ്റിൻ്റെ കംപ്ലീറ്റ് പെർഫോമൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി ആ മാനേജറിൽ ആയിരിക്കും. ഇനി നോക്കുക, ഈ റെസ്പോൺസിബിലിറ്റി സെൻറ്ററിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നോക്കുക, റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സിനെ പല രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ റവന്യൂ സെൻറ്റർ, കോസ്റ്റ് സെൻറ്റർ, ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ, പ്രോഫിറ്റബിലിറ്റി സെൻറ്റർ, അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ കോസ്റ്റ് സെൻറ്റർ ഇത് എത്രത്തോളം കോസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നോക്കേണ്ടത് ആ മാനേജറുടെ ഉത്തരവാദിത്വമായിരിക്കും അല്ലേ. പിന്നെ എത്ര റവന്യൂ ജനറേറ്റ് ചെയ്തു എന്ന് നോക്കേണ്ടത് ആ മാനേജറുടെ ചുമതലയാണ്. അതേപോലെ തന്നെ പ്രോഫിറ്റ് സെൻറ്റർ എത്ര കോസ്റ്റ് റവന്യൂ ജനറേറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ആ മാനേജർമാർക്കായിരിക്കും. ഓക്കെ, ഇതാണ് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ മാനേജ്മെൻറ്റ് ഓഡിറ്റ്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാനാണ് ഏത് യൂസ് ചെയ്യുന്നത്, മാനേജ്മെൻറ്റ്
ഓഡിറ്റിങ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റ് എത്രത്തോളം എഫിഷ്യൻ്റാണ്, എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യണത്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് യൂസ് ചെയ്യണത്. ഇനി ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും തരത്തിലുള്ള ഡെഫിഷ്യൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ആക്ഷൻ എടുക്കാൻ കൂടിയും ഏത് സഹായിക്കുന്നുണ്ട്. കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒന്നും കൂടിയാണ് ഏതെന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഈസ് the process of systematic and comprehensive appraisal of overall performance of the management in an organization. മനസ്സിലാവുണ്ടോ? എന്താണ് ഒരു സ്ഥാപനത്തിലെ മാനേജ്മെൻറ്റിൻ്റെ മൊത്തം ഓവറോൾ പെർഫോമൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്, ഈ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റ് PERT ആൻഡ് CPM. PERT ആൻഡ് CPM എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്ക്, അതാണ് PERT എന്ന് പറയുന്നത്. രണ്ടാമത്തെ CPM എന്ന് പറഞ്ഞാൽ ക്രിറ്റിക്കൽ പാത്ത് മെത്തേഡ്. അപ്പോൾ ഇതെന്താ നോക്കാം. അതിൽ പറയുന്നത് PERT ആൻഡ് CPM ആർ ഇമ്പോർട്ടൻറ്റ് നെറ്റ്വർക്ക് ടെക്നിക്സ് യൂസ്ഡ് ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. പ്ലാനിങ്ങിന് കൺട്രോളിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നെറ്റ്വർക്ക് ടെക്നിക്സ് ആണ് ഇതെന്ന് പറയുന്നത്, PERT ആൻഡ് CPM. ഓക്കെ, അതിൽ പറയുന്നത് ദീസ് ടെക്നിക്സ് ആർ യൂസ്ഫുൾ ഫോർ പ്ലാനിങ്, ഷെഡ്യൂളിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് time-bounded projects involving complex and diverse and interrelated activities. അങ്ങനെ പറഞ്ഞാൽ നമ്മളൊരു പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കേണ്ട കോംപ്ലക്സ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടും അതേപോലെ ഡൈവേഴ്സായിട്ടും അല്ലെങ്കിൽ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും ഇല്ലേ. ഈ ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം, ആ പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ബുദ്ധിമുട്ടുള്ള വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന 2 ടെക്നിക്സാണ് PERT ആൻഡ് CPM. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബുദ്ധിമുട്ടുള്ള വർക്ക് വരുമ്പോൾ അപ്പോൾ ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ സമയം നമ്മൾ എന്ത് ചെയ്യും, ഫിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ആ പ്രൊജക്റ്റിന് എന്ത് ചെയ്യും, ഷെഡ്യൂൾ ചെയ്യും. മനസ്സിലാവുന്നുണ്ട്? ഷെഡ്യൂൾ ചെയ്തിട്ട് ആ ബുദ്ധിമുട്ടുള്ള വർക്ക് നമ്മൾ സിമ്പിൾ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ട്? ആ ബുദ്ധിമുട്ടുള്ള വർക്കിന് നമ്മൾ എന്ത് ചെയ്യും, ടൈമും അതേമാതിരി ചെയ്യേണ്ട വർക്കിനൊക്കെ പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, സിമ്പിൾ ടാസ്ക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ടാസ്ക് വളരെ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഈ പ്രൊജക്റ്റ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഏരിയ ആയ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ്, അതേമാതിരി എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഷിപ്പ് ബിൽഡിംഗ്, ഈ ഏരിയയിലൊക്കെയാണ് അധികം എന്ത് ചെയ്യുന്നത്, ഈ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. മോഡേൺ ടെക്നിക്സത്തെ ലാസ്റ്റ് പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൊസീജിയർ followed in corporate bodies to provide relevant information at the right time in the right format to all levels of management for providing support to the decision making activities. അപ്പോൾ അതിലെന്താണെന്ന് പറയുന്നത് വെച്ചാൽ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയറാണ്. ഇത് സാധാരണയായിട്ട് കോർപ്പറേറ്റ് ബോഡീസ് അതേപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷനൊക്കെയാണ് ഇത് സാധാരണ ചെയ്യുന്നത്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്, തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് സമയത്ത് കറക്റ്റ് ഇൻഫോർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതാണ് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, എല്ലാ തലങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യസമയത്തിന് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഫോർമേഷൻസ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവണില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അങ്ങനെ കറക്റ്റ് സമയത്ത് ഇൻഫോർമേഷൻസ് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആവുമ്പോൾ അത് എന്ത് ചെയ്യും, സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസിയും അതേമാതിരി എഫക്റ്റീവ്നെസ് കൂട്ടാൻ ഉപകാരപ്പെടും. അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ഥാപനത്തിൻ്റെ ഓവറോൾ ഗ്രോത്ത് റേറ്റ് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ടാവുന്നുണ്ട്. മനസ്സിലുണ്ടോ? കറക്റ്റ് ഇൻഫോർമേഷൻ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കാണ് കൂടുതൽ ഉപകരിക്കുക. മനസ്സിലുണ്ടോ? അപ്പോൾ സ്ഥാപനത്തിൻ്റെ ഗ്രോത്ത് വർദ്ധിക്കാനും ഇത് കാരണമാവുന്നുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യുക,
കറക്റ്റ് സമയത്ത് കറക്റ്റ് ഇൻഫോർമേഷൻ കൊടുത്തിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.